സിനിമകളും റിലീസാകുന്നതിന് മുമ്പ് ഉറപ്പായും ഹിറ്റാവുമെന്നൊന്നും എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അത് ഒരു സിനിമയുടെ വിധി എന്താകും എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെ നല്ല സിനിമകളിൽ അഭിനയിക്കാനുള്ള ഒരു ശ്രമം തുടരുന്നു. അതിൽ 2014 ആദ്യത്തെ റിലീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത 3 സിനിമകളും അതിന് തൊട്ടു മുമ്പിലത്തെ വർഷം അവസാനം ഇറങ്ങിയ അയാളും ഞാനും തമ്മിലും എല്ലാം തന്നെ ഒരു വളരെ സീരിയസ് ഡാർക്ക് ടോൺസിലുള്ള അത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന സിനിമകളായിരുന്നു. അതിൽ നിന്നൊരു റിഫ്രഷിങ് ചേഞ്ചാണ് സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സിനിമ. അതൊരു വെരി പ്യോർലി റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ്. ഇതിനങ്ങനെ ഒരു ആരെയും ഞെട്ടിക്കാൻ പോകുന്നൊരു ട്വിസ്റ്റോ സസ്പെൻസോ ഒന്നും ഈ സിനിമയിലില്ല. ഇതൊരു പ്രണയകഥ പറയുന്ന സിനിമയാണ്. പ്രണയകഥയ്ക്കുള്ളിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു സ്വയം തിരിച്ചറിവിലെത്തുന്നു എന്നുള്ളൊരു കഥ കൂടി ഈ സിനിമയ്ക്കുള്ളിലുണ്ട്. വിജയദാസ് എന്ന് പറയുന്ന ഒരു UK വർക്ക് ചെയ്യുന്ന ഒരു ഓൺടർപ്രന്യർ. നമ്മളയാളെ സിനിമയിൽ പരിചയപ്പെടുമ്പോൾ അയാൾ ഭയങ്കര ആംബിഷ്യസായ ഇനി ഒരുപാട് കാര്യങ്ങൾ നേടണം, കൂടുതൽ ധനം ശേഖരിക്കണം, പണത്തിനോടൊക്കെ ഭയങ്കരമായ ഒരു അഭിനിവേശമുള്ളൊരു ചെറുപ്പക്കാരനാണ്. അയാളുടെ ലൈഫിൽ പ്രത്യേക ഒരു സാഹചര്യത്തിൽ 2 പെൺകുട്ടികൾ ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ അയാളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. അവർ രണ്ടുപേരും എങ്ങനെ അയാളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതിന് അതിൻ്റേതായ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. പക്ഷേ ഈ 2 പെൺകുട്ടികൾക്കിടയിൽ നിന്നുകൊണ്ട് ഇയാൾ സ്വയം തിരിച്ചറിയുകയാണ് സത്യത്തിൽ ഇയാളുടെ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇയാൾ അറിഞ്ഞിരുന്നതായിരുന്നില്ല ഇയാളുടെ വ്യക്തിത്വം എന്ന് ഇയാൾ സ്വയം തിരിച്ചറിയുന്ന ഒരു കഥ കൂടി ഈ സിനിമയ്ക്കുള്ളിലുണ്ട്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് കുടുംബത്തോടെ പോയിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സഭ്യമായ പ്രണയകഥയാണ്. അത്രയേ ഉള്ളൂ ഈ സിനിമയിൽ. എനിക്ക് ആസ് എൻ ആക്ടർ ഇതൊരു വലിയ ചേഞ്ചാണ്. കാരണം ഒന്ന്, ഞാൻ ഒരുപാട് പ്രണയകഥകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടനല്ല. എൻ്റെ ഒരുപാട് സിനിമകൾക്കുള്ളിൽ മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകൾക്കുള്ളിൽ ഒരു പ്രണയവും അല്ലെങ്കിൽ ഒരു നായകനും നായികയും തമ്മിലുള്ളൊരു ലവ് ട്രാക്കൊക്കെ ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് പ്യോർലി റൊമാൻറ്റിക് എന്ന് പറയുന്ന വളരെ കുറച്ച് സിനിമകളിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇപ്പോഴും പുതിയതെന്ന് തോന്നുന്നൊരു ജോണർ ലവ് സ്റ്റോറീസിൻ്റേതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമകൾ കാണുന്ന പ്രേക്ഷകർക്കും ആ പുതുമ തന്നെയായിരിക്കും ഒരു ചേഞ്ച് എന്ന് തോന്നുന്നു. കാരണം എൻ്റെ മറ്റു സിനിമകളിൽ നിന്നും, ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത സിനിമകളും ഇനി ഈ വർഷം മുന്നോട്ട് ചെയ്യാൻ പോകുന്ന സിനിമകളിൽ നിന്നും തികച്ചും വേറിട്ട് നിൽക്കുന്നതായിരിക്കും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രമേയവും അവതരണവും. ഈ കഥയിൽ നാട്ടിൽ നടക്കുന്ന 3 സീനുണ്ട്. കാഞ്ഞിരമറ്റം, അതായത് കോട്ടയത്തണ്ടത്തുള്ള കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന കഥാപ്രകാരം അവിടെ നടക്കുന്ന 3 സീനുകളുണ്ട്. അത് 3ഉം അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ 3 സീനുകളും അവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നു. ബാക്കി സിനിമ മുഴുനീള ലണ്ടൻ മാത്രമല്ല UK ലണ്ടനിലും സ്കോട്ട്ലൻഡിലും ഐൽ ഓഫ് സ്കൈയിലും ഇൻവർനെസ്സിലും എഡിൻബറയിലും ഒക്കെ ആയിട്ട് അങ്ങനെ UK മുഴുവനായിട്ട് ആണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന കഥാപാത്രം എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഒരു നല്ലൊരു കോംപ്രഹെൻഷൻ ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അപ്പോൾ ഇതിൽ വിജയദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ക്യാരക്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കഥാപാത്രം സൃഷ്ടിച്ച ഞാനല്ല, അത് ജിനു എബ്രഹാം എന്ന് പറയുന്ന തിരക്കഥാകൃത്താണ്. അപ്പോൾ ഇയാളുടെ എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലായത് ഭയങ്കരമായിട്ട് ഇയാൾ കുറച്ച് വർഷങ്ങളായി ലണ്ടനിൽ വന്നുവെങ്കിലും ഇപ്പോഴും ഒരു ലണ്ടൻ ലോകത്തിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാളിയാണ് ഇയാൾ. പൂർണ്ണമായിട്ടും മലയാളിത്വം നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇയാളൊരു UK കാരനാണ് എന്ന് എവിടേക്കോ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഉള്ളൊരു ശ്രമം ഇപ്പോഴും ഇയാളിലുണ്ട് എന്നാണ് എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തോന്നിയത്. അപ്പോൾ അയാളൊരു അപ്പിയറൻസും കാര്യങ്ങളും ഒക്കെ കുറച്ച് അങ്ങനെയാണ് പിച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമയ്ക്കുള്ളിൽ ഒടുവിൽ അയാളുടെ ഉള്ളിലെ മലയാളി അയാൾ തിരിച്ചറിയുകയാണ്. അതാണ് സിനിമയുടെ മറ്റൊരു പ്രമേയവും. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തരം പ്രണയകഥകൾ, വളരെ സിമ്പിളായിട്ടുള്ള പ്രണയകഥകൾ പറയുമ്പോൾ നമ്മൾ ഈ മറ്റ് ചില സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കോംപ്രമൈസസ് ചിലപ്പോൾ ഒരു സിനിമയെ ഒരുപാട് ബാധിച്ചു എന്ന് വരില്ല. പക്ഷെ ഒരു കളർഫുൾ ക്യാൻഡി ഫ്ലവേഴ്സ് റൊമാൻസ് പറയുമ്പോൾ ഒരു ചെറിയ കാര്യത്തിൽ പോലും ഒരു കോംപ്രമൈസ് ചെയ്യാതിരുന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ ഒരു പക്ഷേ ആ സിനിമ എഫക്റ്റീവ് ആവുകയുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഫസ്റ്റ് സീനിൽ എഴുതിയിട്ടുണ്ട് വിജയ് അവൻ്റെ ചുമന്ന ഫെറാറി കാറിലേക്ക് കയറിയിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾ വളരെ ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ചുമന്ന ഫെറാറി കാറിന് പകരം ഇപ്പോൾ കുറച്ച് എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു ബെൻസ് എന്നായാൽ എന്താണ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്തരം ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാറി ഒടുവിൽ സിനിമയുടെ ടോട്ടാലിറ്റി ചിലപ്പോൾ അത് എഴുതിയ സിനിമയും നമ്മൾ കാണുന്ന സിനിമയും ഒന്നാകണം ഇല്ല. അപ്പോൾ അതിലെനിക്ക് ശരിക്കും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പിന്നിലെ നിർമ്മാതാവായ സതീഷിൻ്റെ ഒരു കൺവിക്ഷനാണ്. ഈ സിനിമയിൽ നമ്മൾ എന്താണോ പേപ്പറിൽ എഴുതിയിരുന്നത് അത് അതുപോലെ സ്ക്രീനിൽ വരണമെന്ന് ഉറപ്പുവരുത്താൻ ഏറ്റവും കൂടുതൽ ഈ സിനിമയുടെ മുകളിൽ ഒരു വിശ്വാസം കാണിച്ചതും അതിനുവേണ്ടി പ്രയത്നിച്ചതും ഇതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തിനും ക്യാമറമാനും ഒപ്പം തന്നെ ഇതിൻ്റെ നിർമ്മാതാവായ സതീഷും കൂടിയാണ്.
അത്തരത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഇതിനു മുമ്പും ഞാൻ പലപ്പോഴും മലയാള സിനിമകളുടെ ഷൂട്ടിങ്ങിന് വേണ്ടി വെളി രാജ്യങ്ങളിൽ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാൻ ആവശ്യമായിട്ടുള്ള ചില ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആയിരിക്കില്ല. ഇനിയിപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എക്സോർബിറ്റൻ്റ്ലി എക്സ്പെൻസീവ് ആയിരിക്കും, നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പലപ്പോഴും നമ്മൾ ഇവിടുന്ന് ഒരു ഫോറിൻ ഷൂട്ടിന് പോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക, ഈശ്വര നമ്മൾ എടുക്കേണ്ടി വരുന്ന കോംപ്രമൈസസ് ഏറ്റവും മിനിമം ആയിരിക്കണേ എന്നാണ്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ഒരു കോംപ്രമൈസ് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത് ഈ സിനിമയ്ക്ക് ഒരു ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ബേസിക്കലി ഇത്തരമൊരു ലവ് സ്റ്റോറി പറയുമ്പോൾ അതിനൊരു വിഷ്വൽ ലാംഗ്വേജ് എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വിഷ്വലി ഈ സിനിമ വളരെ ഒരു ഫ്രഷ് ആയിരിക്കും. എനിക്ക് അടുത്തിടയ്ക്ക് കണ്ടുവന്ന മലയാള സിനിമകളിൽ നിന്നൊക്കെ വളരെ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ലൊക്കേഷൻസും അത്തരം ബാക്ക് ഡ്രോപ്സും ഒക്കെ അത് തന്നെ എനിക്ക് തോന്നുന്നു വിഷ്വലി ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൽ ശരിക്കും അന്നയും റസൂലും എന്ന് പറയുന്ന സിനിമയിൽ ആൻഡ്രിയ ശരിക്കൊരു അപ്രതീക്ഷിതമായ കാസ്റ്റിംഗ് ആണ്. കാരണം ആ കുട്ടിയുടെ ഒരു ഒറിജിനൽ ഡെമിനിയർ, ആ കുട്ടിയെ നേരിട്ട് നമ്മൾ പരിചയപ്പെട്ടാൽ ഒരു വളരെ ഏർബൻ അത്തരം ഒരു പേഴ്സണാലിറ്റിയാണ് ആ കുട്ടിക്ക്. പക്ഷെ ശരിക്കും അന്നയും റസൂലിലുമാണ് ആൻഡ്രിയ അല്ലാതായി അഭിനയിക്കുന്നത്. അത്തരം ഒരു കുട്ടി, അങ്ങനത്തെ ഒരു കുട്ടിയല്ല ആൻഡ്രിയ. ഈ സിനിമയിൽ ശരിക്കും നമ്മൾ വളരെ സത്യസന്ധമായ കാസ്റ്റിംഗ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിൽ ആൻഡ്രി ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ബ്രിട്ടനിൽ ജനിച്ച് വളർന്ന അവിടുത്തെ ഒരു മൾട്ടി മില്യണറായ ഒരു ബിസിനസ്സുകാരൻ, പ്രതാപ് പോത്തൻ സാർ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ബ്രിട്ടനിൽ ജനിച്ച് വളർന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതിന് ആൻഡ്രിയുടെ ഒരു നാച്ചുറൽ ഡെമിനിയർ തന്നെ വളരെ കറക്റ്റാണ് ആ ക്യാരക്ടറിന്. അതുപോലെ നന്ദിത ഇതിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ കോട്ടയം കാഞ്ഞിരമറ്റത്തുനിന്ന് പണ്ട് അത്യാവശ്യം പ്രതാപികളായിരുന്നു, എന്നാൽ ഇപ്പോൾ ക്ഷയിച്ച് കുറച്ച് ദാരിദ്ര്യത്തിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് നേഴ്സിംഗ് പഠിച്ച് പാസ്സായി NHSൽ അപ്ലൈ ചെയ്ത് UK-യിൽ NHSൽ ഒരു നേഴ്സിൻ്റെ പോസ്റ്റിലേക്ക് ഒരു ക്ഷണം കിട്ടി അങ്ങനെ UK-യിൽ എത്തിപ്പെടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും എനിക്ക് തോന്നുന്നു പേഴ്സണാലിറ്റീസ്, ഇവരുടെ അപ്പിയറൻസ് ഒക്കെ തന്നെ ഇതിന് കറക്റ്റാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും. അതുതന്നെ ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസസിനെ ഒരു വലിയ പരിധി വരെ സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.